ഹലോ അസ്സലാമു അലൈക്കും. ജുജുമാസ് കിച്ചൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും നോമ്പൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ കൂടുതലും ഈ വറുത്ത് പൊരിച്ച സാധനങ്ങളെക്കാൾ അധികം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് എപ്പോഴും കഴിക്കാൻ ശ്രദ്ധിക്കുക നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഓപ്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് ജുജുമ ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒരു 6-7 പീസ് എടുത്തിട്ട് അതും പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒപ്പം തന്നെ പെപ്പർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കാര്യം എരിവിന് നമ്മളിത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ മതിയാവും. അതിലേക്ക് 5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവിൽ വെള്ളം ഒഴിക്കുന്നതിലും ചിക്കൻ ആഡ് ചെയ്യുന്നതിലൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റും. അങ്ങനെ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും ആ വെള്ളത്തിൽ നിന്നും നമുക്ക് ഈ ചിക്കൻ മാത്രമായിട്ട് എടുത്തിട്ട് മാറ്റണം. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ജുജുമ ഇപ്പോൾ കാണിക്കുന്നത്. ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് സ്വീറ്റ് കോണും ക്യാരറ്റും ആണ്. അപ്പോൾ ഈ ബാക്കി വരുന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്, ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുഞ്ഞതായിട്ട് നുറുക്കിയിട്ടോ എടുത്തിട്ടുണ്ട്. അത് ഈ വെള്ളത്തിലേക്ക് നല്ല തിളച്ച് കിടക്കുന്ന ആ വെള്ളത്തിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്വീറ്റ് കോൺ ആണ്. കോൺ നമുക്കൊരു 2 പിടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിലും സ്വീറ്റ് കോൺ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ചിക്കനെ ഇതുപോലെ ഇങ്ങനെ പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ വേണം കേട്ടോ. അപ്പോഴേ അത് കടിക്കാനായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചിക്കൻ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റും പിന്നെ സ്വീറ്റ് കോണും നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ടാവും. സ്വീറ്റ് കോൺ ഒന്ന് വെന്ത് കഴിയുമ്പോൾ കണ്ടോ നല്ല വലുതായി നല്ല വലിപ്പം വെച്ചു. അപ്പം ഇനി അതിലേക്ക് നമ്മൾ ഇപ്പോൾ ആ പിച്ചി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സൂപ്പ് നല്ല തിക്കാവും. അപ്പോൾ ആ തിക്കാവുന്ന നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് വേണം വെള്ളം ആഡ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. അതൊരു തവണ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു കണക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കുറുകിപ്പോവുക അല്ലെങ്കിൽ ഇത്തിരി വെള്ളം പോലെ ആവാനൊക്കെ ചാൻസ് ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് വെക്കുമ്പോൾ ആ ഒരു കറക്റ്റ് കണക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഈ സൂപ്പിന് ഇപ്പോൾ 5 ഗ്ലാസ് പിന്നെ ആ എടുത്ത ചിക്കന് ഒക്കെ കറക്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഒരു 2 പിടി. ആ ഒരു മല്ലിയിലയുടെ ഫ്ലേവർ ഈ സൂപ്പിന് നല്ലൊരു സ്മെല്ല് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് പിശുക്കാതെ ആ ഒരു 2 പിടി ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കളർഫുള്ളായിട്ട് ഉണ്ട് ഇപ്പം തന്നെ. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. ഇത് ഒരു ടീസ്പൂൺ സോയാ സോസ് ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ വേറൊരു ഡിഷിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ കോൺഫ്ലോറാണ്. കോൺഫ്ലോറിൻ്റെ പൊടി അതും 2 ടീസ്പൂൺ ഇതേപോലെ വേറൊരു ഡിഷിലെടുത്തിട്ട് അതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട്
ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കിയിട്ട് അതും വേണം. ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിന് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ഒരു പാട പോലെ ഇങ്ങനെ മുകളിൽ കിടക്കുന്ന ഒരു ടെക്സ്ചറും, പിന്നെ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ഒരു പ്രത്യേക ഒരു കുറുകിയ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സൂപ്പ്. അപ്പോൾ ആ ഒരു രണ്ട് ടെക്സ്ചർ നമുക്ക് തരുന്നത് ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ 2 ടീസ്പൂൺ തന്നെ മതിയാവും കോൺഫ്ലോർ. അധികമായി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായി പോകും. 2 ടീസ്പൂൺ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇങ്ങനെ കലക്കിയെടുക്കണം. എന്നിട്ട് ഇത് രണ്ടും നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. ഇപ്പം നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ സൂപ്പിലേക്ക് ഈ മുട്ട നമ്മൾ കലക്കിയിട്ടുണ്ടായിരുന്നത് ഒഴിച്ചു കൊടുക്കുക. ചിലർക്ക് ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും മുട്ടയുടെ വെള്ളം മാത്രമാണല്ലോ ഒഴിക്കാറുള്ളതെന്ന്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ അങ്ങനെയാണ് ഒഴിക്കാറുള്ളത്. ഇപ്പം നമ്മളിവിടെ ഈ മുട്ട ഫുള്ളായിട്ട് എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ചോദിച്ചുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി തന്നപ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഫുള്ള് മുട്ടയും ഒഴിക്കുമ്പോഴാണ്. ആ ഒരു റെസ്റ്റോറൻറ്റിൽ അവർ വെള്ളം മാത്രമായിട്ട് ഒഴിക്കുമ്പോഴാണ് ആ പാട പോലത്തെ ആ ഒരു ടെക്സ്ചർ കിട്ടുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ഒഴിക്കാൻ വേണ്ടി, അപ്പോഴാണ് ആ ഒരു ടെക്സ്ചർ വരുള്ളൂ. ഇനി നമ്മളിതിലേക്ക് കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇപ്പോൾ സൂപ്പിൻ്റെ ടെക്സ്ചർ ഇത്തിരി കട്ടിയായി പോയി എന്ന് തോന്നുവാണെങ്കിൽ, ഇതിപ്പോൾ ഇത്തിരി കുറുകിയിട്ടുണ്ട്, അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ സമയത്ത് വരെ നമ്മൾ മുട്ടയും കോൺഫ്ലോറും ഒക്കെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ഇനി തണുത്ത വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ടൈമിലാണ് കേട്ടോ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത്. കാര്യം സോയാ സോസിൽ ഉപ്പുള്ളതുകൊണ്ടേ ആദ്യം തന്നെ ഉപ്പ് ചേർക്കണ്ട. അപ്പോൾ ഈ സമയത്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇത്തിരി ആവശ്യമാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചേർത്ത ആ പെപ്പർ പൗഡർ മാത്രമാണ് നമ്മളിതിലേക്ക് എരിവായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു സൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എരിവുള്ളതാണ് നല്ലത്. സ്വീറ്റ് കോൺ ആണ് ശരിയാണ്, എന്നിരുന്നാലും ഇത്തിരി ഒന്ന് ആ ഒരു തൊണ്ടയിൽ ആ ചൂടോടുകൂടി കുടിക്കുമ്പോൾ ഇത്തിരി എരിവ് തട്ടുമ്പോഴാണ് നമുക്കൊരു സുഖം ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി എരിവിൽ തന്നെ വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പെപ്പർ പൗഡറാണ് ഇതിലേക്ക് എരിവിന് വേണ്ടി നമ്മൾ ആകെ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആകെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്. ഇതെല്ലാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്, വിനീഗറാണ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അതും ഇതെല്ലാം ഈ പുളിയുള്ള സാധനങ്ങളും എല്ലാം കൂടെ ഉള്ള അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയത്ത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ചിക്കൻ സൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മട്ടൻ്റെ സൂപ്പാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സൂപ്പ് ഓപ്ഷൻസ് നമ്മളെപ്പോഴും നമ്മുടെ നോമ്പ് കഴിഞ്ഞിട്ടുള്ള മീലിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മളെപ്പോഴും ഹെൽത്തി ജ്യൂസസ് അങ്ങനെയൊക്കെ മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ. ഇതും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളിതുപോലെ സൂപ്പ് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ സൂപ്പ് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നിയത് ആ മുട്ട ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ഇത്രയും കൂടെ നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഇത്തിരി കൂടെ നല്ല ടേസ്റ്റാണ് ആ മുട്ട ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് തരാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.